നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അല്പസമയത്ത് ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വേദഭാഗം റോമർ 15-13 എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയെ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. ഈ വചനത്തിൽ നമുക്ക് കാണുവാനായി കഴിയുന്നത് പ്രത്യാശയാണ്. ദൈവം നമുക്ക് യേശു ക്രിസ്തുവിലൂടെ പ്രത്യാശ നൽകുന്നു. റോമർ 15-12 വായിക്കുമ്പോൾ ഇശ്ശായിയുടെ പേരും ജാതികളെ ഭരിപ്പാൻ എഴുന്നേൽക്കുന്നവനുമായവൻ ഉണ്ടാകും, അവനിൽ ജാതികൾ പ്രത്യാശ വയ്ക്കും. യേശു ക്രിസ്തുവിൽ ജാതികൾ പ്രത്യാശ വയ്ക്കും എന്നാണ് ഈ വചനത്തിൽ പറയുന്നത്. യേശു ക്രിസ്തുവിലൂടെ നമുക്ക് രക്ഷ ലഭിക്കും. റോമർ 5:10 നാം അവൻ്റെ ജീവനാൽ എത്ര അധികമായി രക്ഷിക്കപ്പെടും. യേശുക്രിസ്തുവിൻ്റെ ജീവനാൽ നമുക്ക് അധികമായി രക്ഷ ലഭിക്കും എന്ന് ഈ വചനത്തിൽ പറയുന്നു. റോമർ 5:15 നാം വായിക്കുമ്പോൾ യേശു ക്രിസ്തുവിലൂടെ ദൈവകൃപ ലഭിക്കും എന്ന് മനസ്സിലാക്കുവാനായി കഴിയുന്നു. റോമർ 5:19 നോക്കുമ്പോൾ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും. അനേകരെ നീതീകരിക്കുവാനായി യേശു ക്രിസ്തുവിനെ കഴിയും. യേശു ക്രിസ്തുവിലൂടെ നമുക്ക് നീതീകരണം ലഭിക്കുന്നു. റോമർ 5:21 ഇങ്ങനെ പറയുന്നു, കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നീതിയാൽ നിത്യജീവനായി വാഴേണ്ടതിന് തന്നെ. യേശു ക്രിസ്തുവിലൂടെ നമുക്ക് നിത്യജീവൻ ലഭിക്കുന്നു. യേശു ക്രിസ്തുവിലൂടെ നമുക്ക് നീതീകരണം ലഭിച്ചിട്ട് ആ നിത്യജീവൻ അവകാശമാക്കി തീർക്കുവാൻ ദൈവം നമുക്ക് പ്രത്യാശ നൽകുന്നു. എന്നാൽ ഈ പ്രത്യാശയെ സമൃദ്ധി ലഭിക്കുവാനായി പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ലഭിക്കണമെന്നാണ് വചനത്തിൽ പറയുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമുക്ക് എങ്ങനെ ലഭിക്കുമെന്ന് ചോദിച്ചാൽ, പരിശുദ്ധാത്മാവെന്ന നല്ല ദാനത്തിനായി നാം ആഗ്രഹിച്ച് സ്വർഗസ്ഥനായ പിതാവിനോട് യാചിക്കുന്നവരായി മാറണം. അപ്പോൾ നമുക്ക് പരിശുദ്ധാത്മാഭിഷേകം ലഭിക്കും. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ നമുക്ക് പ്രത്യാശയിൽ സമൃദ്ധി ലഭിക്കുകയും പ്രത്യാശയിൽ സമൃദ്ധി ലഭിക്കുമ്പോൾ വിശ്വസിക്കുവാനുള്ള സകല സന്തോഷവും സമാധാനവും ദൈവം നമുക്ക് നൽകും. ആ സന്തോഷവും സമാധാനവും എങ്ങനെ ലഭിക്കുമെന്ന് ചോദിച്ചാൽ, പരിശുദ്ധാത്മാഭിഷേകം നമ്മുടെ മേൽ വരുമ്പോൾ ആത്മീയമായ സന്തോഷം നമുക്ക് ലഭിക്കുന്നു. ആത്മീയമായ സന്തോഷം നമ്മിൽ നിറയുമ്പോൾ നമ്മുടെ ജീവിതങ്ങളിൽ സമാധാനവും നിറയുന്നു. ആ സമാധാനത്തിൽ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തത്താൽ നമ്മുടെ പാപക്കറകളെ കഴുകി ശുദ്ധീകരിച്ച് സ്വർഗസ്നായ പിതാവിൻ്റെ സിംഹാസനത്തിന് മുമ്പിലിരുന്ന് അവൻ്റെ ആലയത്തിൽ രാപ്പകൽ ആരാധിക്കുവാനുള്ള പ്രത്യാശയോടെ ജീവിപ്പാൻ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.